ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നവംബർ 30 നടന്ന LGS തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകളിലേക്ക് നടന്ന LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 170/2024. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ചോദ്യങ്ങളാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗത്തു നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ട് നമ്മളുടെ എയിം ഫോർ PSC ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. 81ാമത്തെ ചോദ്യം, 76,54,325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? അതായത് 76,76,54,000 54,325 76,54,325 11 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ശിഷ്ടം എത്രയാണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഹരിച്ചു കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. 11ൻ്റെ പട്ടികയിൽ 76 ഇല്ല, പിന്നെ 77 ഉള്ളത്, അത് നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് 6 തവണ കിട്ടും. 66 എന്ന് എഴുതാൻ പറ്റും. 11 6 66. അപ്പോൾ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 76ൽ നിന്നും 66 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 കിട്ടുന്നത്. ഇനി ഞാൻ 5നെ താഴോട്ട് ഇറക്കി എഴുതുന്നു. അപ്പോൾ 9 തവണ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 99 എന്നാണ് വരുന്നത്. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ എനിക്ക് 6 കിട്ടുന്നത്. 105ഉം 99ഉം കൂടി കുറയ്ക്കുമ്പോൾ 6 കിട്ടുന്നത്. അടുത്ത് ഞാൻ 4 താഴോട്ട് ഇറക്കി എഴുതി. 64. 11ൻ്റെ പട്ടികയിൽ 64 ഇല്ല, പിന്നെ 5 തവണ എടുക്കാൻ പറ്റും. അതായത് 55 കിട്ടും. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 9 വരുന്നത്. ഇനി 3 ഞാൻ താഴോട്ട് ഇറക്കി എഴുതി. 93. 11ൻ്റെ പട്ടികയിൽ 93 ഇല്ല, പിന്നെ ഉള്ളത് 8 തവണ കിട്ടും. അതായത് 88. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 5 കിട്ടുന്നത്. ഇനിയും അടുത്ത സംഖ്യ, അതായത് 2 ഞാൻ താഴോട്ട് ഇറക്കി എഴുതുന്നു. ഇനി ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ 5 ഞാൻ താഴോട്ട് ഇറക്കി എഴുതി. 11ൽ നമുക്ക് 4 തവണ 44 ചെയ്യാൻ പറ്റുന്നത്. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 8 കിട്ടുന്നത്. ഇനി 5 മിച്ചമുള്ളത്. 5നെ ഞാൻ 85 താഴോട്ട് എഴുതി. ഇനി ഇത് നമുക്ക് 7 തവണയാണ് എഴുതാൻ പറ്റുക. അതായത് 11 × 7 77 എന്നാണ് കിട്ടുന്നത്. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ 8 നമുക്ക് ശിഷ്ടമായിട്ട് വരുന്നത്. അതായത് നമ്മളുടെ ഉത്തരം എന്താണ്? 8 വരുന്നത്. അതായത് ഓപ്ഷൻ സി 8 വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഈ തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ നമുക്ക് ഇത്രയധികം ചോദ്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ഡയറക്റ്റായിട്ട് ഹരിക്കാൻ പോകുമ്പം ഇത്രയും വലിയൊരു സംഖ്യയെ കുറേ സമയമെടുക്കും. അതിന് മറ്റൊരു എളുപ്പമാർഗമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ സംഖ്യ എഴുതുക. ഏതായിരുന്നു? 76,54,325. ഇവിടെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അങ്ങ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടമാണെങ്കിൽ, ഹരിക്കാൻ പറ്റില്ലെങ്കിൽ ശിഷ്ടം കിട്ടും. അപ്പോൾ 11ൻ്റെ ഡിവിസിബിൾ, ഒരു തന്നിരിക്കുന്ന സംഖ്യ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ സംഖ്യകൾ ആദ്യം ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞുള്ള സംഖ്യകൾ, ഒന്നിടവിട്ടുള്ള ഈ സംഖ്യകളും ആഡ് ചെയ്തിട്ട് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾസോ, അതായത് 11 അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതങ്ങളോ അല്ലെങ്കിൽ 0 ലഭിക്കുകയാണെങ്കിൽ 11 കൊണ്ട് നമുക്ക് ഇതിനെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമെന്നാണ് ആ ഡിവിസിബിലിറ്റി റൂളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 7 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5,
അപ്പോൾ 7 5 പ്ലസ് 3 പ്ലസ് 5 ഇത്രയും സംഖ്യകൾ കൂട്ടുമ്പോൾ 7 5 12, 12 3 15, 15 5 20, 20 കിട്ടും. ഇനി രണ്ടാമത്തത് 6 4 2, 6 പ്ലസ് 4 പ്ലസ് 2, 6 4 10, 10 2 12. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. 20 മൈനസ് 12, 20 മൈനസ് 12 ചെയ്യുമ്പോൾ എത്രയാണ്? 8. അതായത് എന്താണ്? ഇവ തമ്മിൽ ഈ ഒരു സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം എന്താണ് കിട്ടുന്നത്? 8 ആണ് കിട്ടുന്നത്. അത് നമ്മുടെ ആൻസർ സി, ഓപ്ഷൻ സി 8 ആണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 82ാമത്തെ ചോദ്യം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയേണ്ടത്. അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, 3 സൈഡും ഒരേപോലെ ആയിരിക്കും. 3 sides ആർ ഈക്വൽ എന്ന് പറയാം. അപ്പോൾ 3 സൈഡും ഈക്വൽ ആണ്. ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇതിൻ്റെ ചുറ്റളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ചുറ്റളവെന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ആണ്. എത്രയാണ് തന്നിരിക്കുന്നത്? 12.9 സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ ഒരു വശത്തിൻ്റെ കാണണമെങ്കിൽ ചുറ്റളവിനെ നമ്മൾ എത്ര വശമുണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. ത്രികോണത്തിന് എത്ര വശം? 3 വശമേ ഉള്ളൂ. അപ്പോൾ 12.9നെ 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. 12.9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4.3 എന്ന് കിട്ടും സെൻറ്റിമീറ്റർ. അതായത് ഇതാണ് ഉത്തരം. അതായത് ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 4.3 സെൻറ്റിമീറ്റർ. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 83ാമത്തെ ചോദ്യം. ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? അതായത് ഏതോ ഒരു സംഖ്യയുണ്ട്. നമുക്ക് ആ സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. കണ്ടുപിടിക്കേണ്ട സംഖ്യയാണ്. എക്സിൽ നിന്നും 3/8നെ കുറച്ചു. ആ കിട്ടിയതിൽ നിന്നും വീണ്ടും ഞാൻ ആരെ കുറച്ചു? 1/8നെ കുറച്ചു. എങ്കിൽ നമുക്ക് ഫൈനൽ ആൻസറായി കിട്ടുന്നത്, അല്ലെങ്കിൽ ഉത്തരമായിട്ട് ഇവയെല്ലാം കുറച്ചതിന് ശേഷം 5/12 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. ഇനി ഞാനിതിനെ ബാക്കി ചെയ്യുകയാണ്. എക്സ് അതേപടി തന്നെ ആയിരിക്കും. ഇനി ഞാൻ ഈ 2 ടേമുകളെ ഒരുമിച്ചാക്കുക. അതായത് ഇതൊരു ബ്രാക്കറ്റിലാക്കാം. അതായത് എക്സ് മൈനസ് 3/8 മൈനസ് 1/8 എന്ന് പറഞ്ഞാൽ ഈ എക്സിൽ നിന്നും 3/8 കുറച്ചതിന് ശേഷം 1/8 കുറയ്ക്കുക. അല്ലെങ്കിൽ ഈ 3/8നെയും 1/8നെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഉത്തരം ഈ എക്സിൽ നിന്നും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരുമിച്ച് എഴുതുകയാണ്. 3/8 പ്ലസ് 1/8 ഈക്വൽ ടു 5/12. അപ്പോൾ അതായത് ഈ മൈനസിനെ ഞാൻ പുറത്തിറക്കിയെന്ന് മറ്റൊരു രീതിയിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാകും? എക്സ് മൈനസ് 3 ഇവിടെ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ 2 ഫ്രാക്ഷനാണ്. അപ്പം അതിലെ അംശവും ഛേദവും തമ്മിൽ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട്, അതായത് ഛേദങ്ങൾ സെയിം ആയതുകൊണ്ട് നമുക്ക് വേറെ LCM ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ആഡ് ചെയ്യാം. അപ്പം 3യും 1ഉം കൂടി ചേർത്താൽ 4/8 എന്ന് കിട്ടും. അപ്പം എക്സ് മൈനസ് 4/8 ഈസ് ഈക്വൽ ടു 5/12 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ -4/8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 5/12 പ്ലസ് 4/8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യയാണല്ലോ വന്നിരിക്കുന്നത്. അവിടെ ആ ഭിന്നസംഖ്യയ്ക്ക് എന്താ? ഛേദഭാഗം വ്യത്യാസമാണ്. ഇവിടെ 12, ഇവിടെ 8. അപ്പോൾ രണ്ടുപേരുടെയും LCM കണ്ടെത്തണം. അപ്പോൾ 12ൻ്റെയും LCM ഓഫ്
12 and 8 എന്ന് പറയുന്നത് 24. 12 × 2 ചെയ്താൽ 24 കിട്ടും. 8 × 3 ചെയ്താലും 24 കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ ആക്കുക. x = 12നെ 24 ആക്കണം എന്നുണ്ടെങ്കിൽ × 2 ചെയ്യണം. അപ്പോൾ 5 × 2 / 12 × 2 ചെയ്യണം. അതായത് ഒരു ഡിനോമിനേറ്ററിനെ, അതായത് ഛേദം ഭാഗത്തെ LCMന്റെ രീതിയിലോട്ട് ആക്കാൻ ഏത് നമ്പർ വെച്ചാണോ ഗുണിക്കുന്നത് അതേ നമ്പർ വെച്ച് നമ്മൾ അംശം ഭാഗത്തെയും ഗുണിക്കണം. പ്ലസ് 4/8 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5 × 2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. /24 പ്ലസ് 4 × 3 എന്ന് പറയുമ്പോൾ 12 എന്നാണ് കിട്ടുന്നത്. 12/24. ഇവ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 + 12 = 22/24. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. 22/24 അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് തെറ്റുമോ എന്ന് ചിന്തിക്കും. തെറ്റിയിട്ടില്ല. അതായത് ഈ 22/24 രണ്ടും ഇരട്ടസംഖ്യകളാണല്ലോ. ഇവ രണ്ടിനെയും ഞാൻ 2 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 22നെ 2 വെച്ച് ഹരിച്ചാൽ എനിക്ക് 11 കിട്ടും. അതേപോലെ 24നെ ഞാൻ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 12 കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം. 11/12 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 84ാമത്തെ ചോദ്യം. 1.25 minus 0.25 the whole divided by 1.25 plus 0.75. അതായത് 1.25 minus 0.25 the whole divided by 1.25 plus 0.75. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ അംശം ഭാഗത്തെയും ഛേദം ഭാഗത്തെയും നമ്മൾ ഓപ്പറേഷനാണ് തന്നിരിക്കുന്നത്. എന്താണോ തന്നിരിക്കുന്നത് അതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മേളിൽ 1.25 നിന്നും 0.25 കുറച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ 1 ആണ് കിട്ടുന്നത്. 1.25ൻ്റെ കൂടെ 0.75 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 2 കിട്ടും. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം. ഇത് ഡിലീറ്റഡ് ആയിരുന്നു. എന്നാലും നമുക്ക് ഈ ചോദ്യം ചെയ്യുമ്പം ആൻസർ ഏതായിരിക്കും കിട്ടുക എന്ന് നോക്കാം. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പണ്ട് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് കാണാനായിട്ട് ആ തുക ബൈ എത്ര നമ്പർ ഉണ്ടോ ആവറേജ് കാണാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ. തുക ബൈ എത്ര നമ്പർ ഉണ്ടോ അത് വെച്ച് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ നമുക്ക് 102 എന്നാണ് കിട്ടുക. ഇത് തന്നെയായിരിക്കും ഈ സംഖ്യകളെ നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോഴുള്ള മിഡിൽ ടേം മധ്യപദം എന്ന് വരുന്നത് 102 ആയിരിക്കും. അതായത് ഇവിടുത്തെ നടുവിലത്തെ പദം എന്ന് പറയുന്ന മധ്യപദം 102 ആണ് വരേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 86ാമത്തെ ചോദ്യം. 2 ചതുരങ്ങളുടെ നീളം യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? അതായത് 2 റെക്ടാങ്കിൾസ് തന്നിട്ടുണ്ട്. അതായത് ചതുരം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്. ഇവയാണ് ആ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ നീളം നമുക്ക് 12 സെൻറ്റിമീറ്റർ എന്നും മറ്റേതിൻ്റെ 10 സെൻറ്റിമീറ്റർ എന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി വീതി യഥാക്രമം എത്രയാണ്? ഒന്നാമത്തെ റെക്ടാങ്കിളിൻ്റെ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ 6ഉം രണ്ടാമത്തതിൻ്റെ 8ഉം എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഒന്നാമത്തേൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് 12 × 6 = 72 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചതുരത്തിൻ്റെയോ 10 × 8 = 80 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ഏതാണ് അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? അപ്പോൾ ഒന്നാമത്തെ ഈസ്റ്റു രണ്ടാമത്തെ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയാണ്. ഒന്നാമത്തെ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? ഏരിയ പരപ്പളവ് 72 ഈസ്റ്റു രണ്ടാമത്തേൻ്റെ 80. ഇവ രണ്ടും നമുക്ക് ഈ രണ്ട് സംഖ്യകളെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഇവ എന്താണ്? 8ൻ്റെ ഗുണിതങ്ങളാണ്, മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 8 × 9 ചെയ്താലാണ് നമുക്ക് 72 കിട്ടുന്നത്. 10 × 8 ചെയ്താലാണ് 80 കിട്ടുന്നത്. അപ്പോൾ ഇവയെ രണ്ടിനെയും ഞാൻ 8 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 9:10 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി 87ാമത്തെ ചോദ്യം. 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്ര? അതായത് ഈ നമ്പർ ഫുൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് കിട്ടുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്? 2 × 5 × 7 × 4 × 2 × 5 × 7. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ കൂട്ടുകാർ ഇവ എല്ലാം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ വർഗ്ഗമൂലം കണ്ടാക്കാൻ പോകും. നമ്മളുടെ സമയം നഷ്ടമാക്കും. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമുണ്ട്. ഇവ തന്നിരിക്കുന്നതിനെ ഞാൻ ഓർഡറായിട്ട് എഴുതും. അതായത് ചെറുതിൽ നിന്നും വലുതിലേക്കുള്ള സംഖ്യകൾ എന്ന രീതിയിൽ ഗുണിച്ചെഴുതാവുന്ന രീതിയിലാക്കും. അതായത് 2 × ഇനി ഒരു തവണയും കൂടി 2 ഇല്ലേ? 2 × അടുത്തത് 4 ആണുള്ളത്. 4 × 5 2 തവണ വന്നിട്ടുണ്ട്. 5 × 5 × 7 2 തവണ വന്നിട്ടുണ്ട്. 7 × 7. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താ ക്വസ്റ്റൻ? അത് വർഗ്ഗമൂലം കണ്ടെത്താനായിട്ടാണ്, സ്ക്വയർ റൂട്ട് കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ 2 തവണ വന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ നിന്നും ഒരു 2നെ ഞാൻ എടുക്കുന്നു. 2. 5 ഇവിടെ 2 തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് 5. അതേപോലെ 7 ഇവിടെ 2 തവണ വന്നിട്ടുണ്ട്, അതിൽ നിന്നും ഒരു 7. എന്നാൽ 4 ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. 4നെ എനിക്ക് ഈ 4നെ എന്താ 2 × 2 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? അപ്പോൾ അതിൽ നിന്നും ഒരു 2 എടുത്തു. ഇനി ഇവയെ തമ്മിൽ നമുക്ക് ഗുണിച്ചു നോക്കാം, എത്ര കിട്ടുമെന്ന് നോക്കാം. ഇവയെ തമ്മിൽ ഗുണിക്കുമ്പോൾ 2 × 2 4, 4 × 5 20, 20 × 7. അതായത് ഒന്നുകൂടി കാണിക്കാം. 2 × 2 × 5 × 7, 2 × 2 4, 4 × 5 × 7. ഇനി 4 × 5 20, 20 × 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 140 എന്നാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗമൂലം, അതായത് 140 എന്ന ആൻസർ വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 88ാമത്തെ ചോദ്യം. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? അപ്പോൾ എന്താണ്? 1500 രൂപ വിലയുള്ള ഒരു സാരി അയാൾ 8% ഡിസ്കൗണ്ട്, 8% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വിറ്റപ്പോൾ പോലും അയാൾക്ക് എത്രയോ രൂപയ്ക്ക് വിറ്റപ്പോൾ പോലും ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അയാൾക്ക് 20% എന്താണ്? ലാഭമാണ് ഉണ്ടായത് എങ്കിൽ യഥാർത്ഥ വില എത്ര, അതായത് റിയൽ കോസ്റ്റ് പ്രൈസ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 1500 പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 8% നഷ്ടത്തിൽ വിറ്റു എന്ന് 8% ഡിസ്കൗണ്ടിൽ വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് അറിയാനായിട്ട്
1500 ഇൻറ്റു 92, അതായത് 100 ആണല്ലോ നമ്മൾ പരമാവധി പറയുന്നത്. 100-ൽ നിന്നും 8 കുറച്ചാൽ 92. അപ്പോൾ 92/100 ഇത് തമ്മിൽ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ 0 വിട്ടും ഇതും വിട്ടും. ഇനിയിപ്പം 15 ഇൻറ്റു 92 എന്നായിരിക്കും വരുന്നത്. ഇവ തമ്മിൽ ചെയ്യുമ്പോൾ 1380 എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 1380 ഉണ്ട്. ചാടിക്കയറി ഒരിക്കലും കറുപ്പിക്കരുത്. നമുക്കിനിയും ചെയ്യാനുണ്ട്. ഇതെന്താ, ഡിസ്കൗണ്ട് ചെയ്ത് അയാൾ വിറ്റ വില ഇതാണ്. ഈ വിലയ്ക്കാണ് അയാൾ സാരി വിറ്റത്. ഈ വിലയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് എത്ര ശതമാനം ലാഭമുണ്ടെന്നാണ് പറയുന്നത്? 20%. അതായത് ടോട്ടൽ 120 എന്ന് പറയാം ലാഭമുണ്ട്. എങ്കിൽ അയാൾ യഥാർത്ഥ വില എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100% ആയിരുന്നേ എത്രയായിരുന്നെന്നാണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ 120 എന്ന് പറഞ്ഞത് 20% ലാഭം കിട്ടിയേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ 100 + 20 120 എന്ന് വന്നു. ഇനി ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1380 ഇൻറ്റു 100/120 = X. അപ്പോൾ ഈ 0 പോകും. അപ്പോൾ 138-നെയും 12-നെയും ഞാൻ 6 കൊണ്ട് ഹരിക്കുകയാണ്. 12-നെ 6 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് 2 കിട്ടുന്നത്. അതേപോലെ 138-നെ 6 കൊണ്ട് ഹരിച്ചാൽ 23 എന്നാണ് കിട്ടുന്നത്. ഇനി ഈ 2-നെയും ഞാൻ 100-നെ കൊണ്ട് ഹരിക്കുന്നു. 100-നെ ഞാൻ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇവിടെ 50 എന്നാണ് കിട്ടുന്നത്. ഇവ തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ, അതായത് 23 ഇൻറ്റു 50 ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ 1150 എന്ന് ലഭിക്കും. അതായത് അയാളുടെ റിയൽ പ്രൈസ് ഇത് കോസ്റ്റ് പ്രൈസ്, ആ ഒരു വിറ്റ സാധനത്തിൻ്റെ യഥാർത്ഥ വിലയെന്ന് പറയുവാണെങ്കിൽ 1150 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ലൊരു ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 89ാമത്തെ ചോദ്യം. +8 ഇൻറ്റു +12 ഡിവൈഡഡ് ബൈ +4 ഇൻറ്റു -6. അപ്പോൾ +8 ഇൻറ്റു +12 ഡിവൈഡഡ് ബൈ +4 ഇൻറ്റു -6. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന പ്ലസ്സുകളൊന്നും കണ്ടിട്ട് കൂട്ടുകാർ പേടിക്കേണ്ട. ഇൻറ്റീജർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ +8-ന് പകരം ഞാൻ 8 എന്ന് എഴുതിയാലും അതേപോലെ തന്നെ നിൽക്കും. ഇൻറ്റു +12 എന്നുള്ളതിനെ 12 ആയിട്ട് തന്നെ എടുക്കും. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു -നെ നമുക്കൊരിക്കലും കളയാൻ കഴിയില്ല. -6 എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം ബ്രാക്കറ്റില്ല, ബോർഡ് മാസിനകത്ത് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവൈഡ് ഉണ്ട്. കണ്ടല്ലോ, ഇവിടെ 12 ഡിവൈഡ് ബൈ 4. അപ്പോൾ 8 ഇൻറ്റു 12-നെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 3 കിട്ടും. ഇൻറ്റു -6 എന്ന് വരും. ഇനിയിപ്പം ഇവ തമ്മിൽ ഗുണിക്കണം. അപ്പം 8 ഇൻറ്റു 3 24 എന്ന് ലഭിക്കും. 24 ഇൻറ്റു 6 ചെയ്താൽ 144 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ റൂൾസ് പഠിച്ചിട്ടുണ്ട്. 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു സംഖ്യ നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന സംഖ്യയും നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 സംഖ്യകൾ തമ്മിലാണ് ഗുണിച്ചത്. അതിലൊരു സംഖ്യ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ഉത്തരവും നെഗറ്റീവാണ്. അതായത് നമ്മുടെ ഉത്തരം വരുന്നത് -144 -144. അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? അതായത് പറഞ്ഞിരിക്കുന്നത് 160 മീറ്റർ നീളമുള്ള ട്രെയിനിൻ്റെ നീളം 160 ആണ്. പ്ലാറ്റ്ഫോമിൻ്റെ നീളം 200 എന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാനായിട്ട് 8 സെക്കൻഡ് വേണം എന്നാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ അയാൾ ജസ്റ്റ് നിൽക്കുകയല്ലേ. അപ്പോൾ അതിനെ ആ ട്രെയിനാണ് മറികടക്കുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകാം അവിടെ നിൽക്കുന്ന ആളെ മറികടന്ന് പോകാനായിട്ട് ട്രെയിന് എടുക്കുന്ന സമയം 8 സെക്കൻഡാണ്. ഇവയെ ഉപയോഗിച്ച് നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടെത്തണം. എന്നിട്ടാണ് പറയുന്നത് പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുക്കുന്ന സമയം എത്രയെന്ന് കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടെത്തണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ മറികടക്കുന്ന ആരാണ്? 160 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. അപ്പോൾ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ബൈ ടൈം എത്രയാണ് വന്നിരിക്കുന്നത്? 8 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഉത്തരം എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് സ്പീഡ് വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ബാക്കി 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് മറികടക്കുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ കടന്നു പോകാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കടന്നു പോകാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഈ ട്രെയിനും കൂടി കടന്നു പോകേണ്ടതേ, നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്, ട്രെയിൻ കൂടി കടക്കണ്ടേ? അപ്പോൾ ട്രെയിനിൻ്റെ നീളം പ്ലസ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എടുക്കണം ഡിസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ എന്താ, ഇവിടെ നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ? 160 പ്ലസ് 200 ഈക്വൽ ടു 360 എന്ന് വരും. ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് നമ്മൾ മുന്നേ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇല്ലേ, S is equal to d by t, speed is equal to distance by time. ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്തു. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാക്കി എഴുതി. അപ്പോൾ എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാ? 360 ബൈ സ്പീഡ് എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ എനിക്ക് 18 എന്ന് കിട്ടും. അതായത് 18 സെക്കൻഡാണ് ക്രോസ് ചെയ്യാൻ എടുത്തത്. അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമ്മളുടെ എയിം ഫോർ PSCക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. എയിം ഫോർ PSC എന്ന് തന്നെയാണ് പേര്. അതിൽ മിക്ക ദിവസങ്ങളിലും ഒന്നൊന്നരാടം PYQവും അതേപോലെ തന്നെ പുതിയ SCERTയുടെ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് എടുക്കുന്നതാണ്. ലൈവ് ക്ലാസ്സുകളുള്ളതാണ്. അതേപോലെ PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതുമാണ്. കൂട്ടുകാർക്ക് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എയിം ഫോർ PSC യൂട്യൂബ് ചാനലിൽ ആ ലൈവ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കൂട്ടുകാർക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ അടിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതുമാണ്. ഇനി നമുക്ക് 91ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 91 1 8 27 64 125 അടുത്ത സംഖ്യ ഏതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 8 27 64 125 ഇതിന് ശേഷം വരുന്ന അടുത്ത സംഖ്യ ഏതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സംഖ്യകളെല്ലാം ശ്രദ്ധിച്ച്, ഇവരൊരു AP ആണോ? അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരുന്നതാണോ? അല്ല. ഇനിയും എന്തിൻ്റെങ്കിലും ഗുണിതങ്ങൾ, സെയിം നമ്പറിൻ്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ആണോ? അതുമല്ല. ഇനി ഇവർ സ്ക്വയറുകളാണോ? 1 സ്ക്വയർ 1 ആണ്, പക്ഷേ 8 ഇതുവരെ സ്ക്വയർ അല്ല. എന്നാൽ ഇവ ക്യൂബുകളല്ലേ? 1 ക്യൂബ് ആണ്. 1 എന്ന് പറയുമ്പോൾ 1 ക്യൂബായിട്ട് നമുക്ക് എടുക്കാം. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബാണ്. 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബും 125 എന്ന് പറഞ്ഞാൽ 5 ക്യൂബും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ നിന്ന് വരുന്നത് 6 ക്യൂബ് ആയിരിക്കും അടുത്ത് വരുന്നത്. 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 വരുന്നത്. അതായത് ആറാമത്തെ നമ്മുടെ സംഖ്യ അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 216.
കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92ാമത്തെ ചോദ്യം. വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15 ഡാഷ് 29, 39. അപ്പോൾ എന്തൊക്കെയാണ് സംഖ്യ? 9, 11, 15 ഡാഷ് 29, 39. അപ്പോൾ നമുക്ക് ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ, 9ന്റെ കൂട്ടത്തിൽ ഒരു 2 ആഡ് ചെയ്തപ്പോഴാണ് 11 ലഭിച്ചത്. ഈ 11ന്റെ കൂടെ ഒരു 4 ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് 15 ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ 15ന്റെ കൂടെ 6 ആഡ് ചെയ്താലാണ് അടുത്ത ടേം കണ്ടുപിടിക്കുക. ആ ടേമിൻ്റെ കൂടെ ഇവിടെ 6 ആയിരുന്നെങ്കിൽ 8 കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കും. അപ്പോൾ 15ന്റെ കൂടെ ഞാൻ 6 കൂട്ടുകയാണെങ്കിൽ എത്ര കിട്ടും? 21 വരുന്നത്. ഈ 21ന്റെ കൂടെ ഞാൻ 8 കൂട്ടുകയാണെങ്കിലോ 29 വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി 21 വിട്ടുപോയ സംഖ്യ അല്ലെങ്കിൽ വിട്ടുപോയത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 21 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 93ാമത്തെ ചോദ്യം. I is equal to 828, ആം ഈസ് ഈക്വൽ ടു 639 എങ്കിൽ ഇയർ എത്രയാണ്? അപ്പോൾ ഇത് മെൻ്റലബിലിറ്റി ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഐയെ നമ്മളിങ്ങനെ എഴുതാം, EYE. എത്രയാണ്? 8, 2, 8. അടുത്തത് എന്താണ്? ആം, ARM. ആമിൻ്റെ വാല്യൂ എത്രയാണ്? 6, 3, 9. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നതോ ഇയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയുടെ വാല്യൂ എന്താണ് ഇതിനകത്ത്? 8. എയുടെ വാല്യൂ തന്നിരിക്കുന്നതെന്നും 6. 6ന്റെ വാല്യൂവോ 3. 863 ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് 863 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 94ാമത്തെ ചോദ്യം. ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിൽ എത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ ഇതെന്താ, ഒരു ഡയറക്ഷൻ ബേസ്ഡ് പ്രോബ്ലം അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ബേസ്ഡ് പ്രോബ്ലത്തിന് എന്നാ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞേ. ഇങ്ങനെ ഒരു ഡയറക്ഷൻ വരച്ചു വെക്കുക. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, അല്ലെങ്കിൽ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇനി നമുക്ക് കണ്ടെത്താം. അപ്പോൾ എന്താ, ബാബു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിൽക്കുകയായിരുന്നു അല്ലേ? എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കെന്ന് പറയുന്നത് ഇങ്ങോട്ട് അയാൾ 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ വലതുവശം ഇവിടെയും ഇടതുവശം ഇവിടെയുമാണ്. എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ സഞ്ചരിച്ചു. 6 കിലോമീറ്റർ സഞ്ചരിച്ചു, ബിയിലെത്തി. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് അയാൾ എത്തിയിരിക്കുന്നത്. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ. അപ്പോൾ ബിയുടെ ഇടത് എന്ന് പറയുന്നത് ഇവിടാണ്. ഇവിടേക്കൊരു 3 കിലോമീറ്റർ സഞ്ചരിച്ചു. 3 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. എവിടെ എത്തി? എന്നിട്ട് സിയിലെത്തി. സി എന്ന് പറയുന്ന പോയിന്റിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ്, അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ ലെഫ്റ്റും ഇവിടെ റൈറ്റ്, ഇടതും വലതുമാണ്. ഇനി ഇവിടെ സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. 6 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ എ തുടങ്ങിയത് എവിടെ? ബാബു തുടങ്ങിയത് എവിടെ? എയിൽ നിന്നുമാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള അകലം എത്രയാണ്? അതായത് ഇവ തമ്മിലുള്ള അകലം
ഇത്രയാണ്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് 3 കിലോമീറ്ററാണ് ഇവ തമ്മിലുള്ള അകലം വരുന്നത്. അതായത് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 95-ാമത്തെ ചോദ്യം. ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11-ാമതും ആളും പുറകിൽ നിന്നാണെങ്കിൽ 7-ാമത്തെ ആളും ആണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? അപ്പോൾ ഒരു വരി അഞ്ജു അവിടെ മുമ്പിൽ നിന്നും 11-ാമതും പിന്നിൽ നിന്നും 7-ാമതുമാണ്. അതായത് സെയിം പൊസിഷനിൽ 2 തവണ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 11 + 7 ആഡ് ചെയ്യുക, അതിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ ക്യൂവിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ 11ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 18, 18-ൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 17 എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. അതായത് ഓപ്ഷൻ ഡി 17 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 96-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2.02 ഡിവൈഡഡ് ബൈ 202 എത്രയാണ്? അതായത് 2.02 ഡിവൈഡഡ് ബൈ 202 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, നമുക്ക് മേളിലും താഴെയും സെയിം നമ്പർ തന്നെയാണല്ലോ. അപ്പോൾ അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം 1 വരേണ്ടത്. എന്നാൽ മേളിലത്തെ സംഖ്യയിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട്. 2 സ്ഥാനം മുൻപ് തന്നെ ഡെസിമൽ പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ വരുമ്പോൾ നമുക്ക് 1 കിട്ടേണ്ടത് എന്നറിയാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര സ്ഥാനം മാറിയാണ് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത്? 2 സ്ഥാനം. 1ൻ്റെ മുമ്പിൽ ഒരു 0 കൂടി ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഉത്തരം എഴുതുക. 0.01 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു രീതിയും കൂടി കണ്ടെത്താം. 2.02 ബൈ 202നെ ഞാൻ ഇങ്ങനെ എഴുതാൻ കഴിയുമല്ലോ എനിക്ക്. 202 ബൈ 202 ഇൻറ്റു 1/100 എന്ന് എഴുതുകയാണ്. അപ്പോൾ ഇവ തമ്മിൽ വെട്ടുമ്പോൾ 1/100 ഈക്വൽ ടു 0.01. സെയിം, അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 0.010 ഉണ്ട്. അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം സീറോകൾ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാറില്ല. അതുകൊണ്ട് 0.01 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 97-ാമത്തെ ചോദ്യം. x/y = 4:3, y/z = 6:5 ആയാൽ x/z എത്ര? അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? x/y എന്നാൽ 4:3 ആണ്. y/z എന്ന് പറഞ്ഞാൽ 6:5 ആണ്. എങ്കിൽ x/z എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ x/y ഇൻറ്റു y/z ആണ് ചെയ്താൽ മതി. എങ്കിൽ നമുക്ക് x/z എന്നുള്ള വാല്യൂ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാണ്? 4 ആണ് വന്നിരിക്കുന്നത്. 4/y സ്ഥാനത്ത് 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് രണ്ടാമത്തെ ടേമിലെ വൈയോ 6 ആണ് വന്നിരിക്കുന്നത്. ഇസഡിൻ്റെ സ്ഥാനത്ത് 5. ഇത് നമുക്ക് ഗുണിക്കാം. 4 × 6 എന്ന് പറഞ്ഞാൽ 24. അതേപോലെ തന്നെ 3 × 5 എന്ന് പറഞ്ഞാൽ 15. അതായത് പുതിയ റേഷ്യോ വരേണ്ടത് എത്രയായിരിക്കും? 24:15 ആണ് വരേണ്ടത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 24:15. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 98-ാമത്തെ ചോദ്യം. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? അപ്പോൾ 12 നിന്നും 12:15 ആകാൻ എത്ര സെക്കൻഡ് കഴിയണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിവ തമ്മിൽ കുറയ്ക്കാം. 12:15 മൈനസ് 12 ഇവ ചെയ്യുമ്പോൾ നമുക്ക് 1/4 മണിക്കൂറാണ് വരുന്നത്. 15 മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് ആണ് നമുക്ക് ഡിഫറൻസ് വന്നിരിക്കുന്നത്.
1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 60 സെക്കൻഡ് ആണെന്നറിയാം. എങ്കിൽ 15 മിനിറ്റ് എന്ന് പറയുമ്പോഴോ എത്ര സെക്കൻഡാണ്? 15 × 60 = 900 സെക്കൻഡാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 99ാമത്തെ ചോദ്യം. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര? അപ്പോൾ എന്താണ്? അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പോൾ നമുക്ക് മകന്റെ പ്രായം, സണ്ണിന്റെ പ്രായത്തെ ഞാൻ എക്സ് ആക്കി എടുക്കുന്നു. അപ്പോൾ അബുവിൻ്റെ പ്രായം എത്രയാണ്? അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങ്. അപ്പോൾ മകൻ ഇപ്പം എക്സ് ആണെങ്കിൽ അബുവിനോ 4x എന്ന് പറയാം. ഇനിയും പറഞ്ഞിരിക്കുന്നു 4 വർഷങ്ങൾക്ക് മുമ്പ്. 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഇപ്പോൾ x വയസ്സ് പ്രായമുള്ള മകന് 4 വർഷം മുമ്പോ x-4 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എല്ലാവരുടെയും വയസ്സ് കുറയുന്നുണ്ടല്ലോ. അബുവിൻ്റെ ഇപ്പം 4x ആയിരുന്നു, അത് 4 വർഷങ്ങൾക്ക് മുമ്പ് 4x - 4 എന്നായിരുന്നു. അപ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് ഏത് രീതിയായിരുന്നു? അച്ഛൻ്റെ വയസ്സെന്ന് പറയും 4 വർഷങ്ങൾക്ക് മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങാണ്. അപ്പം മകൻ x-4 ആണെങ്കിൽ അതിൻ്റെ 7 മടങ്ങാണ് 4x - 4 എന്ന് വരുന്നത്. അപ്പോൾ 7 ഉപയോഗിച്ച് ഈ ബ്രാക്കറ്റിലുള്ള ടേമുകളെ നമ്മൾ ഗുണിക്കുകയാണ്. 7 × x എന്ന് പറയുമ്പം 7x വരും, -7 × 4 എന്ന് പറഞ്ഞാൽ 28 എന്ന് വരും, = 4x - 4 എന്നാകും. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് ഈ 4xനെ ഞാൻ ഇങ്ങോട്ടും ഈ -28നെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോവുകയാണ്. അപ്പോൾ 7x - 4x = 28 - 4 എന്നാകും. 7xൽ നിന്നും 4x കൊടുക്കുമ്പോൾ എന്താകും? 3x എന്ന് കിട്ടും. 28ൽ നിന്നും 4 കുറച്ചാൽ 24 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 24/3 = 8 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മകൻ്റെ പ്രായം കിട്ടി, 8 വയസ്സുണ്ട്. നമ്മൾ അബുവിൻ്റെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 × 8 = 32. 32 വയസ്സാണ് അബുവിന് ഇപ്പോൾ ഉള്ളത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യമാണിത്. 100ാമത്തെ ചോദ്യം. 3, 4, 8 ഒരു ട്രയാങ്കിളിനകത്താണ് 96 വന്നിരിക്കുന്നു. 6, 1, 4 ട്രയാങ്കിളിനകത്ത് 24. 8, 9 (72). അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്ന ഭാഗത്ത് ഏത് സംഖ്യയാണ് വരേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് ആദ്യത്തെ ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. അതിനകത്ത് വാല്യൂസും ഞാനിവിടെ എഴുതുക. 96, ഇവിടെ 3, 4, 8. ഇവിടെ ശ്രദ്ധിക്കൂ, 8 × 3 × 4 ചെയ്താൽ എത്ര കിട്ടും? 8×3 24, 24 × 4 96 കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ട്രയാങ്കിൾ എങ്ങനെയാണ്? 24 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 6, 1, 4. അപ്പോൾ ശ്രദ്ധിക്കൂ, 1 × 4 × 6 ചെയ്താൽ എത്രയാ? 1 × 4 4, 4 × 6 24. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനകത്ത് എന്താണ് സംഖ്യ? 72. ഇവിടെ 8ഉം താഴെ 9ഉം ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഭാഗം 8 × 9 = 72 എന്ന് പറയാമല്ലോ. കണ്ടുപിടിക്കേണ്ട ഭാഗം 8 × 9 72 ആണ്, =72 എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്നും ഇതിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോകണു, ഈ 72നെ. അപ്പോൾ 72/72 = 1 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളിപ്പം ഇന്നത്തെ 100 ചോദ്യം വരെ എത്തിയിരിക്കുന്നത്, അതായത് 80 ചോദ്യം കവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.